30,000 രൂപ എനിക്ക് കുറി കിട്ടി. ഞാൻ പറഞ്ഞു എനിക്കിത് 60,000 ആക്കി തരണം. 2 മാസം കഴിഞ്ഞ് ചോദിച്ചപ്പോ ഇന്ത്യയിലൊന്നും ഇല്ല. അത് ആ 30,000 എവിടെയെന്ന്. ഞാൻ പറഞ്ഞു ആഹാ കൊള്ളാലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് കൊടുക്കരുത്. പ്രത്യേകിച്ചും ഭർത്താവ്. നമ്മളെ തന്നെ കയ്യിൽ വെക്കണം. ഇപ്പൊ എന്തായി അത് 60,000 ഇല്ല 2,000 ഇല്ല. അത് പറഞ്ഞപ്പോഴാണ് ഈ ഫോൺ കട്ട് ചെയ്തിട്ട് വേണം. അത് എവിടെ പോയി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഓരോ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ മിത്തുക്കുട്ടി സ്കൂളിൽ പോയി. മിത്തുക്കുട്ടി എക്സാം ആണ് പറഞ്ഞല്ലോ. അപ്പൊ മിത്തുക്കുട്ടിയുടെ കൂടെ അച്ഛനും അമ്മയും പോകും. അച്ഛനാണ് ഇപ്പൊ കൊണ്ടാക്കി കൊടുക്കുക. അവരെന്താ വെച്ചാൽ രാവിലെ അമ്പലത്തിൽ പോയിട്ട് 3 പേരും കൂടെ അമ്പലത്തിൽ പോയി മിത്തുവിനെ കൊണ്ടാക്കി അവർ തിരിച്ചു ഒരു നടത്താവൂലോ രാവിലെ എന്ന് വിചാരിച്ചിട്ട് ആണ് അവർ രണ്ടുപേരും കൊണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ രമേശേട്ടന് ഫ്രീ ആയിട്ടോ. മറ്റേത് രമേശേട്ടൻ മിത്തുവിനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയമാകുമ്പോഴേക്കും ഓടി കുളിച്ച് റെഡിയായി അങ്ങനെ കൊണ്ടുപോയി പിന്നെ അങ്ങനെ ഓഫീസിൽ പോകും. ഇപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് നേരം അല്ലേ ചായയൊക്കെ കുടിച്ച് രാവിലെ ഇരുന്ന് ഒരു മോർണിംഗ് ഒരു ചേഞ്ച് ആയിട്ട് പേപ്പറൊക്കെ വായിക്കാൻ തുടങ്ങി. ഇവിടുത്തെ ഈ ഇംഗ്ലീഷ് പേപ്പറിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നല്ല കട്ടി ഉണ്ടാവും. നമ്മൾ വാങ്ങണേക്കാൾ ഇരട്ടി ഒരു മാസം വിൽക്കാം. ടൈംസ് ഓഫ് ഇന്ത്യ മറ്റേത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇത്ര ഉണ്ടാവുള്ളൂ. ഇതപ്പോ വാങ്ങണേന്റെ ഇരട്ടി നമുക്ക് കിട്ടും. അത്രയും സാധനം. അപ്പൊ അങ്ങനെ ഇടയ്ക്കൊക്കെ വെറൈറ്റി നല്ല കട്ടി അപ്പൊ രസം. പിന്നെ കൊറേ ഇങ്ങനെ ഈ അക്കാഡമിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കുക. അത് പണ്ട് മുതലുണ്ട്. അത്ര ഇല്ലെങ്കിലും. അപ്പൊ ഇതാണ് നമ്മുടെ ഇത് നമ്മൾ കാണിച്ചതാ കുറെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ സോഫ. എന്താ പറയാ നമ്മുടെ ഹോൾ ഏരിയ എന്ന് പറയുന്നത് ഫുൾ വിൻഡോ ആണ്. അത് പിന്നെ ഇവിടെ എല്ലായിടത്തും അങ്ങനെ ഫുൾ വിൻഡോ ഉള്ള സംഭവമായിരിക്കും. ലൈറ്റ് വരാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ഇട്ടത്. ഡബിൾ കേർട്ടൻ ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. കാരണം ഇവിടെ ഭയങ്കര വെളിച്ചാണ്. ഇരിക്കാൻ പറ്റില്ല. നല്ല വെളിച്ചം വേണമെന്നാണ് പറയാ. പക്ഷെ എന്നാലും നമുക്ക് വല്ലാതെ വെളിച്ചം തോന്നുമ്പോൾ നമുക്ക് ഒരു കേർട്ടനിൽ ഒതുങ്ങില്ല. അപ്പോൾ ഡബിൾ കേർട്ടൻ എന്നുള്ള രീതിയിൽ അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡും. നല്ല ഈ ഒരു തീമിന് മാച്ചായ ബേജ് പ്ലസ് വൈറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊക്കെ പറഞ്ഞ് തുന്നിച്ചതാട്ടോ. നമ്മളെല്ലാം പറഞ്ഞ് തുന്നിച്ചതാണ്. നമ്മൾ തന്നെ പോയി മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുത്ത് സോഫയ്ക്ക് മാച്ചായ അങ്ങനെയൊക്കെ പോയി മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുത്ത് എല്ലാം സ്റ്റിച്ച് ചെയ്താണ്. റൂമിലെയും ബെഡ്റൂമിലെയും ഒക്കെ കേർട്ടൻസ് നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് തുന്നിച്ചതാണ്. നമ്മൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെയാണ് പ്രേംശേട്ടൻ എന്താ പറയാ ഹൗസ് വാമിങ്ങിന്റെ ഒരു തിരക്കും ആകെ ക്ഷീണിച്ചു എന്ന് കുറെ പേര് പറഞ്ഞു. ഞാൻ പിന്നെ ഓടിയാലും ഞാൻ തടി കൂടുന്നല്ലാതെ ക്ഷീണിക്കില്ല. അപ്പൊ ഒന്ന് റെസ്റ്റ് അല്ലെ കുറച്ചു നേരം ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യുമ്പോ എങ്ങനെയുണ്ട്? അതെ. അപ്പൊ അതുകൊണ്ട് രാവിലെ ഒരു നടത്തത്തിന് പോണത് കേട്ടോ. പിന്നെ ഫുള്ള് റെസ്റ്റ് തന്നെയാണ്. പിന്നെ എവിടേക്കെങ്കിലും നമ്മള് വീക്കെൻഡിലൊക്കെ പുറത്ത് പോകുമ്പോഴാണ്. കാരണം രണ്ടുപേർക്കും അല്ലെ ആരോഗ്യപരമായിട്ടുള്ള വയസ്സാവുമ്പോൾ അപ്പൊ എന്താ വെച്ചാൽ ഇപ്രാവശ്യം അതായി ഇപ്പൊ വന്നപ്പോ കുറച്ചു ദിവസം ഉണ്ടായപ്പോ എല്ലാവർക്കുള്ള ബോഡി ടെസ്റ്റുകള് എല്ലാ ഡോക്ടർമാരെ കാണല് അതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീക്ക് ഡേയ്സ് ഫുള്ള് അങ്ങനെയാണ്. ഓരോ ദിവസം വൈകുന്നേരം ഡോക്ടർക്ക് ബുക്ക് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, പോയി കാണും, അതിന്റെ റിസൾട്ട് മേടിക്കുക, മരുന്ന് നോക്കാം. ആക്ച്വലി ഈ ആഴ്ച കൊണ്ടതായിരുന്നു അവര്. അപ്പൊ നമ്മള് പിന്നെയും ഒരാഴ്ചക്കും കൂടെ നീട്ടി. അവരിപ്പോ ഒരു മാസം ആവാറായി വന്നിട്ട് കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞ് ഫുള്ള് റെഡി ആയിട്ട് കണ്ണും അടക്കം കഴിഞ്ഞിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ ഒരു 1 വീക്കും കൂടെ നീട്ടി. ഇപ്പൊ പറഞ്ഞ പോലെ രമേശേട്ട പറഞ്ഞ പോലെ തന്നെ സാറ്റർഡേ മൊത്തം ഇനി കാണിക്കേണ്ട ഒരു ഡോക്ടറും ബാക്കിയില്ല. ഈ ശരീരത്തിന്റെ ഒരു ഭാഗവും കാണിക്കാൻ ബാക്കിയില്ല. കാരണം നല്ല ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചെക്കപ്പും പിന്നെ അതൊക്കെ നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെക്കപ്പ് ചെയ്ത് നമ്മൾ അതിന് മരുന്ന് കഴിക്കണം. നമ്മളും അന്ന് ചെയ്തു എന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ മാസം അല്ലേ? ഞാൻ പിന്നെ ഡെങ്കിയിൽ നിന്ന് ഡെങ്കി വന്ന് മോചിതനായിട്ടല്ലേ ഉള്ളൂ. അതെ അതെ അത് ശരിയാ. ഡെങ്കു നല്ല രീതിയിൽ പിടിപെട്ടു അല്ലെ? നല്ല രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ അച്ഛനും അമ്മേനെയും വന്നിട്ടും നമ്മൾ ആ ഒരു ഫുൾ കംപ്ലീറ്റ് ചെക്കപ്പ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യാനായാലും ഒന്നും ടെൻഷൻ ഇല്ല. ഞാൻ ഇപ്പൊ ഇവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ ഇൻഷുറൻസിന്റെ റിലേറ്റഡും സംഭവങ്ങളും കവറും അതൊക്കെ റെഡിയാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ അന്ന് രമേശേട്ടൻ ഡെങ്കു ആയിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില് എനിക്ക് ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്, അതും ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് അതെന്താ ചെയ്യേണ്ടത്. കാരണം എനിക്ക് എന്റെ കയ്യിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം എനിക്കാണ് അസുഖം വരിക. അപ്പൊ ഞാൻ അതിനെ പറ്റി പറയുമ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചേച്ചി ഇൻഷുറൻസിന്റെ ഫുൾ പൈസ എത്രയായി, ഫുള്ള് ഫ്രീ ആയി കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇൻഷുറൻസ് ഉള്ളതില്ലേ, ഇൻഷുറൻസ് എപ്പോഴും
നമ്മൾ എടുത്തിരിക്കണം. നമുക്ക് തോന്നും ഒരു വർഷം അസുഖം വന്നില്ല, ആ ആഴ്ച ഒരു പൈസ മിസ്സായി പോയി അയ്യോ ഈ വർഷം അടച്ചു ഒരു അസുഖം വന്നില്ല എന്ന് പറയരുത്. പക്ഷെ അത് എന്താ വെച്ചാല് നമുക്കത് രാത്രി കിടന്നുറങ്ങുമ്പോ നമുക്ക് ഉറക്കം വരുമല്ലോ, ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ എപ്പോഴും നമ്മളെ സേവിങ്ങില് നമ്മുടെ സാലറിന്ന് ഒരു പാർട്ട് ഇൻഷുറൻസിന് മാറ്റി വെച്ചേ പറ്റൂ. അത് ഉറപ്പായിട്ട് നിർബന്ധം, അത് മസ്റ്റാണ്. ഡെങ്കു ആണ് ലാസ്റ്റ്, കാരണം ഒരു 7 ദിവസം കടന്നപ്പോഴേക്കും നല്ല അടിപൊളി ബില്ലാണ് വന്നത്. പക്ഷെ ഒന്നും അറിയേണ്ടി വന്നില്ല, ഒന്നും ഒരു മരുന്നിന് പോലും നമുക്ക് പൈസ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നില്ല, കാരണം എല്ലാ ഇൻഷുറൻസിൽ. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് എങ്ങനെയാണ് ഈ ഇൻഷുറൻസ് ഒക്കെ എടുക്കുക. എനിക്കും സത്യം പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും വലിയ ഐഡിയ ഇല്ലാത്ത ആളായിരുന്നു, നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലാവുന്നത് വരെ. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ, കാരണം നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണമല്ലോ, നമുക്ക് എപ്പോഴും വിചാരം നമുക്കൊന്നും വരില്ല, ഭയങ്കര ഈസിയാണെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പോളിസി ബസാർ എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത്, ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ അതിൽ തന്നെ ഒരു 19 കമ്പനികൾ പല തരത്തിലുള്ളതുണ്ട്. അപ്പം അതിൽ ഏതാണോ നല്ലത് എന്നൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അതിൽ പോയി കഴിഞ്ഞാൽ ഇന്ന തന്നെ എടുക്കണം എന്നല്ലേ, എല്ലാ ബെനിഫിറ്റും ഇൻക്ലൂഡഡ് ആണോ, അങ്ങനെയും കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ നമുക്കാണെങ്കിൽ ഏതെങ്കിലും ചെറിയ കാര്യത്തിനാണോ അല്ലെങ്കിൽ വലിയ അസുഖത്തിനാണോ, ഏറ്റവും ചെറുത് മുതലുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നോക്കി കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ പൈസയും നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരേ തരത്തിലുള്ളത് നോക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് ഏതിലാണോ പൈസ കുറവ്, ഏതിലാണോ പൈസ കൂടുതൽ, പ്രീമിയം എങ്ങനെയാണ് എന്നൊക്കെ ഏകദേശം കമ്പയർ ചെയ്യാം. ഈ പ്രീമിയത്തിൽ എന്തൊക്കെ അസുഖങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, ചിലതുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരു 100 എണ്ണത്തിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റും. അതിൽ ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു 300-400 രൂപ ഒരു മാസം മാറ്റി വെക്കാനുണ്ടെങ്കിൽ നമുക്ക് 1 കോടി രൂപയുടെ വരെ ഇൻഷുറൻസിനുള്ള അങ്ങനത്തെ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ 25% നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും. പിന്നെ നമ്മൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറെ കിട്ടാം. അതുപോലെ തന്നെ 30 മിനിറ്റ്സ് ക്ലെയിം സപ്പോർട്ട് സർവീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു ശരിക്കും ഒരു ഇൻഫോർമേഷൻ ആയിട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഈ പോളിസി ബസാറിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം അറിയില്ലെങ്കിൽ നമുക്ക് എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചു അയ്യോ ഇത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ആവശ്യമില്ല. പോളിസി ബസാറിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്വയം കണ്ടെത്തി നമുക്ക് ഏതൊക്കെ വേണം എന്നുള്ളത്, നമുക്ക് ആരുടെയും സപ്പോർട്ടില്ലാതെ തന്നെ നമുക്ക് ഒക്കെ ചെയ്യാവുന്നതാണ്. ഒരു 300-400 രൂപ ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ മാറ്റിവെക്കാം. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട്, ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇൻഷുറൻസ്, ഫാമിലി ഇൻഷുറൻസ് പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും എന്നുള്ളത് ഈ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഭയങ്കര ബെനിഫിറ്റ് ആണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ പോളിസി ബസാറിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ അതിലൂടെ ഒന്ന് പോയി നോക്കൂ. ഇതുവരെ തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ. അന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ജൂണിൽ തുടങ്ങിയ ഒരു ഹെൽത്തിൻ്റെ പരിപാടികളാണ്. അപ്പോൾ എൻ്റെ രംഷേട്ടൻ്റെയും ഹെൽത്തും ഞാൻ പറഞ്ഞില്ല, എനിക്കും കുറച്ച് ഹെൽത്ത് വൈസ് കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ രംഷേട്ടൻ്റെ ഡെങ്കു, കുറച്ച് ഹോസ്പിറ്റൽ കേസ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് അച്ഛനും അമ്മയ്ക്കും ഉള്ള ഹെൽത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു 2 വീക്സ് ആയിട്ട് അതിൻ്റെ പിന്നാലെയാണ്. അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ വാർദ്ധക്യപരമായ കുറച്ച് പ്രശ്നങ്ങൾ, അതിൻ്റെ മരുന്ന് വാങ്ങൽ, അതിൻ്റെ കുറേ സ്കാനിങ്, എക്സ്റേ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. നമുക്ക് കുറച്ചും കൂടെ സൗകര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മൾ പിന്നെ അവർക്കും കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാരണം നമ്മൾ മുംബൈയിലായ കാരണം നമുക്ക് വലിയ കുഴപ്പമില്ലല്ലോ, ഒന്നും കൂടെ വരില്ലേ വേണ്ടു. അപ്പോൾ ആ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മരുന്നുകളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോണത്. പക്ഷെ ഇപ്പൊ തന്നെ നല്ല ഭേദം ഉണ്ട് എന്നാണ് പറയണത്. എന്നാലും കുറച്ചും കൂടെ ഡോക്ടേഴ്സിന് ഒന്നും കൂടെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എക്സ്റേ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ട് വിടാം എന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഈ സേവനവാരം ഈ 2 ആഴ്ച വീക്ക് ഡേയ്സിൽ ഇതാണ് പരിപാടി. അപ്പൊ ഇപ്പൊ അമ്പലത്തിൽ പോയിരിക്കുകയാണ്, വരാറായി. രംഷേട്ടന് ഓഫീസിൽ പോവാറായി. വിത്തുകുട്ടീനെ 10:30 ആകുമ്പോഴേക്കും കൊണ്ടുവരണം. അപ്പൊ ഞാൻ പേപ്പർ വായിച്ചു തീർന്നു. ഇത്രേ ഉള്ളൂ. ചിട്ടി റോബോട്ട് പേപ്പർ വായിക്കണ പോലെയാണ് സോപ്പിന്റെ പേപ്പർ. എക്കണോമിക് ടൈംസ് അല്ലേ? കഷ്ടം. ഇത് മൾട്ടി കളർ വേണമല്ലേ, എങ്ങനെ അഡ്വർടൈസ്മെന്റും ഹൃതിക് റോഷനും ദീപിക പദുക്കോണൊക്കെ വേണം. അതിന്റെ ആ സെക്കൻഡ് പേജ് അല്ലേ, അതന്നെ ആ സെക്കൻഡ് പേജിലെ പാർട്ടി, അത് എപ്പോഴും ഉണ്ടാവും. ബോംബെ ടൈംസ് ആ പേജ് കാണിക്കും, അതിനല്ല അതിലാണത്. ബോംബെ ടൈംസ്
ഫുൾ ഫിലിം സ്റ്റാർസിന്റെ ലൈഫ് പിന്നെ നല്ല പാർട്ടിയാണ്. നല്ല എന്താ പറയാ ഡ്രസ്സുകളുടെ അതൊക്കെയാണ് എന്റെ ഫേവറേറ്റ് സംഭവം. പിന്നെ ഇത് ഇങ്ങനെ ബിഗ് ബസാർ സ്വിഗ്ഗിയിലൊക്കെ ഓഫർ വരും. അപ്പൊ എത്ര രൂപയാണെന്നുള്ളത് അറിയാൻ പറ്റും. അതൊക്കെ നല്ല രസമാണ്. അങ്ങനെയല്ല, ഞാനിത് തമാശക്ക് പറഞ്ഞതാണ്. ഇത് മിത്തു കുട്ടി കമ്പൽസറി ആയിട്ട് പേപ്പർ വായിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇത് സ്വപ്നം ഒട്ടും ഇഷ്ടമില്ലാത്ത എക്കണോമിക് ടൈംസ്. അല്ല, എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീക്കാണ്. ഞാൻ മിത്തുനോട് എപ്പോഴും പറയും, മിത്തു നീ എക്കണോമിക്സ് നല്ല വിവരം വേണം. കാരണം ഇവരൊക്കെ ഇരുന്ന് ഓരോന്ന് കാര്യങ്ങൾ പറയുമ്പോൾ വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ മനസ്സിലാക്കി എടുക്കണം. ഞാൻ അതിന്റെ കോഴ്സിന് ചേർന്നാലോ? എന്തിന്? ഷെയർ മാർക്കറ്റിന്റെ സംഭവം അതൊരു റിസ്ക് ഉള്ള മേഖലയാണ്, ഷെയർ മാർക്കറ്റും സംഭവങ്ങളൊക്കെ. പക്ഷെ ജോലിയായിട്ട് എടുക്കുന്നുണ്ട് പലരും. ഒരു റിസ്ക് ഉള്ള മേഖലയാണ്. അല്ല, നമ്മളെ പിന്നെയും കുഴപ്പമില്ല. അടുത്ത ജനറേഷൻ അതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര, പ്രത്യേകിച്ച് പെൺകുട്ടികളൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് രമേശേട്ടൻ ഇപ്പൊ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടും അത് ഇതൊക്കെ ഇപ്പോഴല്ലേ കുറച്ചൊരു. എന്നിട്ട് നമ്മളോട് എത്ര പേര് ഡൗട്ട് ചോദിക്കും, രമേശേട്ടൻ അത് എങ്ങനെ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. ഏറ്റവും ഞാൻ ഏത് ഓഫീസിലായാലും ഒരു ന്യൂ ജോയിനർ വന്നാൽ ഞാൻ ആദ്യം പറയാ 2 കാര്യങ്ങളാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഞാൻ പറയും ഒരു മ്യൂച്വൽ ഫണ്ട്. ഹെൽത്ത് ആൻഡ് വെൽത്ത് നമ്മുടെ കുറി പോലെ അങ്ങനത്തെ, അത് കുറച്ചും കൂടെ അടിപൊളി ആയിട്ടുള്ളത്. പിന്നെന്താ നല്ല റിട്ടേൺ കിട്ടുന്നത്. പക്ഷെ അത് ശ്രദ്ധിച്ച് ചെയ്യണം, കൈകാര്യം ചെയ്യണം. ഞാൻ രമേശേട്ടന് ഒരു കുറി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 30,000 രൂപ എനിക്ക് കുറി കിട്ടി. ഞാൻ പറഞ്ഞു എനിക്കിത് 60,000 ആക്കി തരണം. 2 മാസം കഴിഞ്ഞ് ചോദിച്ചപ്പോ ഇന്ത്യയിലൊന്നും ഇല്ല അത്. ആ 30,000 എവിടെയെന്ന് ഞാൻ പറഞ്ഞു, കൊള്ളാലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് കൊടുക്കരുത്. 30,000 നമ്മൾ തന്നെ കയ്യിൽ വെക്കണം. ഇപ്പൊ എന്തായി, അത് 60,000 ഇല്ല, 2,000 ഇല്ല. അത് പറഞ്ഞപ്പോഴാണ് ഈ ഫോൺ കട്ട് ചെയ്തിട്ട് വേണം. അത് എവിടെ പോയി ഞാൻ എനിക്ക് പറഞ്ഞു ഡബിൾ ആക്കും, 30,000 1 ലക്ഷം ആക്കി തരാൻ പറഞ്ഞു. ഇനി കാണുന്നവർക്കുള്ള ഒരു ഉപദേശമാണ്, ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണ് നിങ്ങളുടെ പൈസ ഡബിൾ ആക്കി തരാം മാർക്കറ്റിൽ ഇട്ടെന്ന് പറയാന്ന് വെച്ചാൽ കൊടുക്കരുത്. പ്രത്യേകിച്ചും ഭർത്താവ് ആ പൈസ എന്നോട് ചോദിച്ചപ്പോ പൈസക്ക് നല്ല ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ ഞാൻ പറയാം, എന്റെ കഷ്ടം കുറി എടുത്ത് വിളിച്ച പൈസയാണ്. അത് ഞാൻ അഹങ്കാരം കൊണ്ട് ഡബിൾ ആയിട്ട് കിട്ടും വിചാരിച്ചപ്പോ അതിന്റെ 1000 രൂപ പോലും ഇപ്പൊ കാണാനില്ല. അതൊരു ആവശ്യം വന്നപ്പോ ഞാൻ എടുത്തത്. ഞാനിവിടെ ഇന്റീരിയറിന്റെ ഇടയിൽ തലകുത്തി പറഞ്ഞു കൊടുത്തതിന്റെ ഇടയിലാണ് ഒരാൾ 30,000 കൊടുത്തത്. ഇതൊന്ന് ഡബിൾ ആക്കി തരുമോ, നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇന്ന് രാവിലെ, എനിക്കിത് ഡബിൾ ആക്കി തരും. ഞാൻ കൊള്ളാലോ, ഇവിടെ പൈസക്ക് ഓടുമ്പോഴാണ് 30,000 നേരെ പോയി എന്തോന്ന് മേടിച്ചു. എന്റെ മനസ്സിൽ എന്റെ വിചാരം എന്തായിരുന്നു വെച്ചാ, ഷെയർ മാർക്കറ്റ് ഇന്ന് 30,000 ഇട്ട നാളെ 60,000, അങ്ങനെ 1 മാസം കൊണ്ട് 5 ലക്ഷം 10 ലക്ഷം, 1 മാസം കൊണ്ട് ഞാൻ 30,000 ഞാൻ കൊടീശ്വരിയാവും എന്നൊക്കെ വിചാരിച്ചിട്ട് കൊടുത്തതാണ്. ഇങ്ങനെ ഒരു അബദ്ധങ്ങളും പറ്റും. അതുകൊണ്ട് ട്രേഡിങ് ചെയ്യാൻ പോകും. ഒരിക്കലും ഇങ്ങനെ സമീപിക്കുന്ന ഡബിൾ ആക്കി തരാൻ ട്രിപ്പിൾ ആക്കി തരാൻ എന്ന് പറഞ്ഞവർക്ക് പൈസ കൊടുക്കരുത്. അങ്ങനെ ഒരു മാജിക്കും ഷെയർ മാർക്കറ്റിൽ ഇല്ല. ലോങ് ടേമിൽ മാത്രമാണ് സക്സസ് ആവുന്നത്. ഷോർട്ട് ടേമിൽ ആരെ അപ്രോച്ച് ചെയ്താലും അങ്ങനെ ചെയ്യരുത്. വളരെ ലെക്കായിട്ടുള്ള എന്താ പറയാ, പലരും അങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ട് നമ്മൾ ചാടി മറിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സ്വപ്നന്റെ പോലെയാവും. പക്ഷേ ലോങ് ടേമിൽ SIP ആയിട്ട് ഇടാം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിട്ട്. വീഡിയോ ആയി മാറിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ രാവിലെ മുതൽ ചോറും കൂട്ടാനും വെക്കാന്ന് മാത്രമല്ലല്ലോ ഒരു ഇൻഫ്ലുവൻസറുടെ കടമ എന്നുള്ളത് കൊണ്ടാണ് ഈ ചോറ് വെക്കുക, ഡ്രസ്സ് കാണിക്കൽ മാത്രമല്ലല്ലോ. ഇങ്ങനത്തെ കുറച്ച് ഇൻഫോർമേറ്റീവ് സാധനങ്ങളും കൂടെ നിങ്ങളെ അറിയിക്കാം. പ്രത്യേകിച്ച് രമേശേട്ടന് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ടോപ്പിക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ രമേശേട്ടൻ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യോ? അവസാനം എല്ലാവരും കൂടി രമേശേട്ടൻ ഷെയർ മാർക്കറ്റ് ഞാൻ ഇപ്പോഴും പറയണല്ലോ, ഞാൻ ഇടരുത് എന്നാ പറയുന്നത്. ഷോർട്ട് ടേമിൽ ഒരു മാജിക്കും സംഭവിക്കുന്നില്ല. ഒരു ലോങ് ടേം 10, 15, 20 കൊല്ലത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ അത് SIP ത്രൂ മ്യൂച്വൽ ഫണ്ട് ഞാൻ മാത്രം സജസ്റ്റ് ചെയ്യും. അത് കളിക്കുന്നവർ കളിക്കാം, ലാഭം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണ്ട. ഇപ്പൊ നമ്മള് രമേശേട്ടൻ ഇഷ്ടം, രമേശേട്ടന്റെ പൈസ പോയാ പോയി വന്നാ വന്നു, അത് ഓരോരുത്തരുടെ ഇഷ്ടം. അത് നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ എന്താ വെച്ചാൽ അയാൾ നമ്മളെ പ്രാഗി കൊല്ലും. എന്റെ ഫ്രണ്ട്സില് 3-4 കോടി വരെ മറ്റേ കോവിഡ് സമയത്ത് സേവ് ചെയ്ത ആളുകളുണ്ട്. 50 ലക്ഷം 60 ലക്ഷം വരെ പോയി മേപ്പിട്ട് നോക്കിയിരുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു കമന്റ് ഇട്ട് പറയാൻ പറ്റില്ല ഇത് ഓക്കെയാണ് ഇത് പറ്റില്ല എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ എന്റെ കിട്ടിയ പൈസ പോയി എന്നുള്ള ഒരു സത്യം കൂടെ ഞാൻ അറിയിക്കുകയാണ്. അവര് വന്നു. അപ്പൊ നിങ്ങളൊക്കെ ഫിറ്റ് അല്ലേ? അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനില്ല, ഞങ്ങളെ ആരോഗ്യപരമായ സംശയങ്ങളും അതിനുള്ള മറുപടികളൊക്കെ ആയിരുന്നു. ഫുൾ ഹെൽത്ത് റിലേറ്റഡ് ഡിസ്കഷനും. പപ്പടം നല്ലതാണോ? പപ്പടം വായിക്കുന്നെല്ലാം വൈകിട്ടും. അത് ശരിയാ, പപ്പടം നോട്ട് ഗുഡ്. പക്ഷെ എന്താ വെച്ചാൽ പെട്ടിന്റെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. പെട്ടും അല്ല, പെട്ടിന്റെ കൂടെ പഴം പഴം പറിച്ചിട്ട് ന്യൂറോ
കണ്ണും മുഖവും. എന്നാലും ഓൾഡ് ജനറേഷൻ്റെ നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ ഞങ്ങളൊക്കെ എത്തുമ്പോഴേ ഇപ്പൊ പറഞ്ഞത് 40 വയസ്സിന് ശേഷം ആളില്ലാതാ. അല്ലെ വയസ്സാവും തോറും അടുത്തുള്ള നെക്സ്റ്റ് ജനറേഷൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ജനറേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം ഞാനിതാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് കുറച്ച് പണിയുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡിമാർട്ടിലൊന്ന് പോകണം. കുറേ ദിവസമായി അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുമ്പോൾ ഡിമാർട്ടിൽ പോയി വരും. അപ്പോൾ ഇന്ന് എനിക്ക് ഡിമാർട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ മിത്തുക്കുട്ടി രംഷേട്ടനൊക്കെ പോയി. ഞാൻ ഈ ഒരു സമയം ഇപ്പം നമുക്ക് രാവിലെ ഈ ഒരു നേരം ആകുമ്പോൾ ഏത് നേരമാണെങ്കിലും ഡിമാർട്ടിൽ തിരക്കാണ്. എന്നാലും ഭയങ്കരമായ ക്യൂ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഏകദേശം ഒരു 9 മണി 10 മണി ആകുമ്പോൾ പോവും. അല്ലെങ്കിൽ പിന്നെ ഒരു 7:30 തുറക്കുന്ന സമയത്ത് പോവും. അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ഇടി ആൻഡ് മഴ. അപ്പോൾ ഇന്ന് സ്കൂളൊക്കെ ശരിക്കും ലീവാണ് കൊടുത്തത്. പക്ഷേ മിത്തുക്കുട്ടിക്ക് എക്സാം ആയതുകൊണ്ട് അവരെ സ്കൂളിൽ ലീവില്ല കേട്ടോ. പക്ഷേ മിത്തു ആദ്യമായിട്ട് ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ഇനി നീട്ടി വെക്കാൻ വയ്യ. ഓൾറെഡി ഗണപതിയുടെ 2 നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര മഴ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇടി ആൻഡ് മഴ. ഇടി എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഇടി. അപ്പോൾ മുംബൈ സൈഡിലൊക്കെ ഭയങ്കര ട്രാഫിക്കും വാട്ടർ ലോഗിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ മുംബൈയിലുള്ളവരെല്ലാവരും കുറച്ച് എന്താ പറയുക സേഫായി ഇരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ 10 മണിയായപ്പോഴും ഡിമാർട്ടിൽ തിരക്കിന് കുറവൊന്നുമില്ല കേട്ടോ. എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ മെയിനായിട്ട് ഞാൻ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ നാളികേരം എടുക്കാനാണ്. നല്ല വലിയ നാളികേരമായിരിക്കും, വിലയും കുറവായിരിക്കും. ഒരു 25 ഇപ്പോൾ കുറച്ച് കൂടിയുണ്ട് കേട്ടോ. മറ്റേതൊരു 40 രൂപ വരെ പുറമേ ആണെങ്കിൽ പോവും. പിന്നെ അച്ഛന് ഇഷ്ടപ്പെട്ട സ്വീറ്റ് ബണ്ണും കുറച്ച് ബേക്കറി ഐറ്റംസ് കാര്യങ്ങൾ, പിന്നെ കുറച്ചധികം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഷുഗർ ലൂസായിട്ടുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശം വാങ്ങിച്ചു. അങ്ങനെ പൊക്കാൻ പറ്റാത്തൊരു ബാഗുമായിട്ട് ഞാൻ ഡിമാർട്ടിൽ നിന്ന് ഇറങ്ങി. ഐക്യയുടെ വലിയ ബാഗാട്ടോ എടുത്തത്, മാറിപ്പോയി. അപ്പോൾ നമുക്കിനി വെജിറ്റബിൾ ഷോപ്പിലും കൂടെ ഒന്ന് പോകണം. എന്തായാലും ഇറങ്ങിയതല്ലേ. അപ്പോൾ മിത്തുക്കുട്ടിക്ക് സമയമുണ്ട് 11:45 വരെ. ആ സമയത്തിനുള്ളിൽ തിരിച്ചെത്തിയാൽ മതി. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ പിന്നെയും മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ വളരെ അടുത്തായതുകൊണ്ട് ഭയങ്കര സുഖമായിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ന് രാവിലെ ഡോക്ടറെ അടുത്ത് ഇറങ്ങും, കാര്യങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ ഇത് ഞാൻ സ്ഥിരം പോകുന്ന കിസാൻ കണക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഷ് ഫാമിൽ നിന്ന് വരുന്ന ഒരു പച്ചക്കറി കട. അപ്പോൾ അവിടെ നല്ല എന്താ പറയുക മേത്തിയും നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ചുവന്ന ചീരയായി. അത് കഴിഞ്ഞ് ഞാൻ എല്ലായിടത്തും തിരിച്ചു വന്നപ്പോഴേക്കും ചുവന്ന ചീര കഴിഞ്ഞ് പച്ചച്ചീരയായിരുന്നു. അപ്പോൾ പച്ചച്ചീര നല്ല ടേസ്റ്റാണ്, ഉപ്പേരിയൊക്കെ വെക്കാൻ നല്ല സ്വാദല്ലേ നാളികേരൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് വാങ്ങി. പിന്നെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസും അതെ, എനിക്ക് എന്താ അറിയില്ല, വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. വെറുതെ ഞാൻ കുറേ വലിച്ചു വാരിയിടും. ഡെയിലി പോയി വാങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് അറിയാതെ കുറേ എണ്ണമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക കോളിഫ്ലവർ, പച്ചച്ചീര, കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ ഡിമാർട്ടിൽ കുറച്ച് സാധനം വാങ്ങുള്ളൂ പറഞ്ഞ് പോയി അത് വാങ്ങിച്ച് വലിയൊരു ബാഗുമായി. എല്ലാം കൂടെ ആയപ്പോൾ ഹെവി ബാഗായിട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. അച്ഛനമ്മയൊക്കെ അപ്പോഴേക്കും ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം സാധനങ്ങൾ ആ ഓർഗനൈസിങ്ങും സംഭവങ്ങളൊക്കെ ഞാൻ വേറെ ദിവസം കാണിച്ചത്. ഇപ്പോൾ ഇത് ഞാൻ അടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. ഒരു 5-6 വെജിറ്റബിൾസ് ഇങ്ങനെ കുറച്ചല്ലേ നമ്മൾ വാങ്ങുള്ളൂ, അതിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും ഓൺലൈൻ തന്നെയാണ് ഞാൻ വാങ്ങിയത്. നമ്മുടെ ആമസോണിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടല്ലേ, കുറേ കൊള്ളും ചെയ്യും. ഇങ്ങനത്തെ ബാസ്ക്കറ്റുകളൊക്കെ ഫുള്ള് ഫ്രിഡ്ജിൽ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചാണ്ടല്ലോ നമുക്ക് എന്താ പറയുക ഫ്രിഡ്ജ് വൃത്തികേടായിട്ടിരിക്കില്ല. എല്ലാത്തിനും ഇതൊക്കെ എൻ്റെ അടുത്ത് പഴയതാണ് കേട്ടോ, പഴയ ബാസ്ക്കറ്റുകളാണ്. മല്ലി ആയാലും മല്ലിയുടെയും കറിവേപ്പില അങ്ങനെ ഇട്ട് വെക്കാൻ ഇങ്ങനത്തെ ഒരു ബോക്സുകളും, അതല്ലാതെ വലുത് നമ്മുടെ നാരങ്ങ അങ്ങനത്തെ ഇട്ട് വെക്കാനുള്ള ബോക്സുകൾ. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജ് ഫുള്ള് കണ്ടോ ഇതുപോലെ ഓർഗനൈസ് ആയിട്ടിരിക്കും. ഇങ്ങനെ കുറേ വെജിറ്റബിൾസ് കുത്തി നിറച്ചിരിക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വെക്കുന്നത് അമരക്കയുടെ എലിശ്ശേരിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ നാളികേരം അരച്ച് വെക്കില്ലേ ആ ഒരു സംഭവം. ഇനി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചീരപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ബാക്കിയുള്ള വെജിറ്റബിൾസ്
നൂഡിൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ വേറെ കുറച്ച് സാധനങ്ങൾ, ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ, അതൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ അതേപോലെ തന്നെ വിലക്കെടുത്ത് വെച്ചിട്ടുണ്ട്, അവയിലും കാര്യങ്ങളൊക്കെ. ഇത് വൻപയർ, ചെറുപയർ. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ വാങ്ങിച്ച സാധനം തന്നെ ഡിമാർട്ടിൽ നിന്നൊക്കെ പിന്നെയും വാങ്ങിക്കും. എഴുതി കൊണ്ടുപോകണം എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എന്നാലും ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഞാനിതാ ഇതുപോലെയാണ് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഉണക്കി, ഇതുപോലൊരു ടിഷ്യൂലോ അല്ലെങ്കിൽ ടവലിലോ വെച്ച് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് ഉണക്കിയെടുത്തിട്ട് അതിങ്ങനെ നമ്മുടെ ഇതുപോലത്തെ ബോക്സിലാക്കി വെച്ചാൽ സുഖമാണല്ലോ. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് ഇപ്പോൾ അടുത്ത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ, പൊട്ടറ്റോവും തക്കാളിയൊക്കെ ഇട്ട് വെക്കാനുള്ള ഓർഗനൈസർ. അപ്പോൾ വൃത്തിയിലിരുന്നോളും. മിത്ത് കുട്ടി ഇതാ എക്സാം കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാനല്ലേ, രാവിലെ ഭക്ഷണം കഴിക്കും, എന്നാലും എക്സാം കഴിഞ്ഞ് വെച്ചിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നേതാ ബയോളജി? എങ്ങനെയുണ്ട്? ഇതെല്ലാ ദിവസവും വന്നിരിക്കും. 2 സപ്ലിമെൻ്റ് എടുത്ത്, 1 സപ്ലിമെൻ്റ് എടുത്ത്. സപ്ലിമെൻറ്റിലെല്ലാം വർക്ക് ചെയ്തു. അല്ല, എത്ര എക്സാമും കൂടെ ബാക്കിയുണ്ട്? ഇനി 5 കൂടി ഉണ്ട്. 5. ടോട്ടൽ 12 പേപ്പേഴ്സാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിത്തുക്കുട്ടി ഏതാണ്, മിത്തുക്കുട്ടി CBSE ആണോ? അപ്പം മിത്തുക്കുട്ടി CISE എന്ന് പറഞ്ഞാൽ ICSE. അവർക്കിപ്പോൾ 12 പേപ്പേഴ്സ് ഉണ്ട്. 8th-ലും 9th-ലും 10th-ന് 12 ആണോ 11 ആണോ എനിക്കറിയില്ല. മറാഠി ഒന്ന് കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാതും 100 മാർക്സ് പേപ്പറാണ്. 80 മാർക്സ് റിട്ടേൺ, 20 മാർക്സ് എന്താണ് ഇന്റേണൽ അല്ലേ, 20 മാർക്സ് പ്രൊജക്റ്റ്. കുറച്ച് ടഫാണ്, പക്ഷെ എന്നാലും ഓക്കെ അല്ലേ. ഇനി വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മിത്തുവിൻ്റെ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റഡി റൂട്ടീനൊക്കെ കാണിക്കാൻ. അപ്പം മിത്തുക്കുട്ടിയുടെ എന്താ പറയുക, സ്കൂൾ ICSEയുടെ ഗുണങ്ങളൊക്കെ കൂടി അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യണം അല്ലേ മിത്തു? അതായത് ICSEയുടെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് 8th, അതായത് 9th മുതലേ നമുക്ക് നമ്മുടെ കരിയർ ചൂസ് ചെയ്യാം. നമുക്ക് സയൻസ് പഠിക്കണം എന്നില്ല, വേറെ സബ്ജക്റ്റുകൾ ഓപ്റ്റ് ചെയ്യാം. കരിയർ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കും. കുറേ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, നല്ലതാണ്. പഠിക്കാൻ ഒരുപാടുണ്ട്, പഠിച്ച് ഭ്രാന്താവും, പക്ഷെ സ്റ്റിൽ ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം കേട്ടോ മിത്തുസേ. വരുന്ന കഴിച്ചോട്ടെ. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ നല്ല ചീര ഉപ്പേരി, അതുപോലെ തന്നെ അമരക്ക എലിശ്ശേരി, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടുമാങ്ങ അച്ചാറ്, തൈര്, പപ്പടം എല്ലാം കൂടെ കഴിച്ച് ഒന്നുറങ്ങി. രാത്രിയായപ്പോൾ, രാത്രി പറഞ്ഞ ഒരു ഈവനിങ് ആണ് കേട്ടോ, പക്ഷെ നല്ല മഴയായ കാരണം നല്ല മൂടി കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മിത്തുക്കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അതിനുള്ള കുറച്ച് ഗിഫ്റ്റുകൾ നോക്കണം എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഞങ്ങളും കുറേ ദിവസമായി സത്യം പറഞ്ഞാൽ, ഇനിയിപ്പോൾ കുറച്ച് എക്സാമും കൂടെ ഉള്ളൂ, വീക്കെൻഡിൻ്റെ ആ ഒരു സമയം ആവാറായി എന്ന് വിചാരിച്ചിട്ട് ഈവനിങ് ആയപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എന്താണ് വാങ്ങുക എന്നുള്ളത്, ഇപ്പോൾ ടീൻസിലേക്ക് കിടക്കുന്ന കുട്ടികളായതുകൊണ്ട് എന്ത് വാങ്ങും, പഴയ പോലെ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ എന്താ വാങ്ങുക എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ആദ്യം പെർഫ്യൂം വാങ്ങാമെന്ന് വിചാരിച്ചു. മേക്കപ്പ് ഐറ്റംസ്, പക്ഷേ മേക്കപ്പ് ഐറ്റംസ് ഒന്നും അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു കുട്ടി ആയതുകൊണ്ട് പെർഫ്യൂമൊക്കെ കുറേ നോക്കി. പിന്നെ വേറെ കുറേ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള ഇങ്ങനത്തെ കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ കുറേ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ദീപാവലിയുടെ കുറേ സംഭവങ്ങൾ. ഇനിയിപ്പോൾ ദസറ ആവാറായില്ലേ, നവരാത്രിക്കാലം ആവാറായി. അപ്പോൾ ഇവിടെ നവരാത്രിക്കാലം ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളും എല്ലാതും വന്നു തുടങ്ങി. അപ്പം മിത്തുക്കുട്ടി പാർക്കർ പെന്നും സുധാമൂർത്തിയുടെ ബുക്കും വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഷോപ്പിൽ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു ഇവിടുന്ന് വാങ്ങണ്ട, ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് വേറൊരു സ്ഥലത്തുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ഏകദേശം നല്ല അടിപൊളി വൈബാണ്, നമ്മുടെ നവരാത്രിയുടെ വൈബ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ എത്ര ഭംഗിയുള്ള ഡ്രസ്സുകൾ അറിയോ, നല്ല അടിപൊളി ഡ്രസ്സ്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, പക്ഷെ പിന്നെ അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ, നമ്മുടെ അവിടെ നവരാത്രി സെലിബ്രേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഈ 10 ഡേയ്സും ഞാൻ എല്ലാ വർഷവും കാണിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള, കഴിഞ്ഞ വർഷം ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് റെൻറ്റിനൊക്കെ വാങ്ങിയിട്ട്, റെൻറ്റിന് വാങ്ങുകയാണ് നല്ലത്, കാരണം ഇങ്ങനെ വാങ്ങിച്ചാൽ പിന്നെ വേസ്റ്റ് അല്ല അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി, ഞങ്ങളതൊക്കെ നോക്കി. ഇതൊക്കെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്, കുറച്ച് വലിയ നല്ല എല്ലാം ഉണ്ട് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ അവിടെ കുറേ ദീപാവലിയുടെ സാധനങ്ങളും ചെരാതുകളും, നല്ല ഭംഗിയില്ലേ ചെരാത്. അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ചെരാത്, രംഗോലിയുടെ സാധനങ്ങൾ എല്ലാതും വന്ന് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ദീപാവലി ദസറ ആകുമ്പോഴേക്ക്, ദസറയുടെ മുന്നേ തന്നെ ദീപാവലിയുടെ സംഭവങ്ങളൊക്കെ ഓൾറെഡി സെറ്റായി. അപ്പോൾ അമ്മയ്ക്ക് ആ സാധനം നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. നാട്ടിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അമ്പലത്തിലും കാര്യങ്ങൾക്കൊക്കെ നല്ലതാവും, പക്ഷെ കുറച്ച് ചെറുതാണ്, പിടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് മിത്തുക്കുട്ടിക്കുള്ള സാധനങ്ങൾ നോക്കാൻ വേണ്ടി പിന്നെയും വന്നു. പിന്നെ ഫാഷൻ, ജ്വല്ലറി അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് കമ്മൽ, ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിക്കാം. ഇത് അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ബുക്സ്, മിത്തുവിനെ പോലെ തന്നെ ബുക്സ് വായിക്കാൻ നല്ല ഇഷ്ടമുള്ള കുട്ടിയാണ്.
അപ്പോൾ സുധാമൂർത്തിയുടെ ഫാനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും മിത്തു സുധാമൂർത്തിയുടെ ബുക്ക് തന്നെ വാങ്ങിച്ചു കൊടുത്തു. ഒരു ഫൗണ്ടൻ പെന്നും വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഞങ്ങളത് ഗിഫ്റ്റ് പാക്ക് ചെയ്യണം. എപ്പോഴും നമ്മൾ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മിത്തു പറഞ്ഞു എനിക്ക് എപ്പോഴും ഏറ്റവും ഹാപ്പി ആവുക ബുക്ക് തരുമ്പോഴാണ് അമ്മ. അപ്പോൾ ആ കുട്ടി അതന്നെയല്ലേ ഹാപ്പി ആവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു അത് തന്നെയല്ലേ ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ച് അതൊക്കെ വാങ്ങി ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി ഇപ്പം എത്തി ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു കേട്ടോ. നല്ല മഴയാണ് പുറത്ത്. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മഴയുടെ ഒരു കളിയാണ്. പക്ഷെ ഭാഗ്യത്തിന് നാളെ എക്സാമോ നാളെ സ്കൂൾ ഇതുവരെ ലീവൊന്നും തന്നിട്ടില്ല. നാളെ കൂടെ എങ്ങനെയെങ്കിലും ഈ ഒരാഴ്ച അടുത്ത ആഴ്ചയൊക്കെ മഴ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു, കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളിതാണെങ്കിൽ ഇനി കിടന്നുറങ്ങാം, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം മുംബൈയിലുള്ളവരാണെങ്കിലും ഇപ്പോൾ ചെന്നൈയിലും ഹൈദരാബാദിലൊക്കെ മഴയെ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക, അസുഖങ്ങളൊന്നും വരുത്താതിരിക്കുക. വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ അസുഖങ്ങളൊക്കെ വരികയാണെങ്കിലും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഷുറൻസും സംഭവങ്ങളും ഇപ്പം ഞാൻ പോളിസി ബസാറിൻ്റെ പറഞ്ഞ പോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയായിരിക്കും നല്ലത്. കാരണം എങ്ങാനും നമുക്ക് വല്ല ആവശ്യം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹെൽത്തിൻ്റെ കാര്യമല്ലേ, അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇൻഷുറൻസ് ഒക്കെ ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പം ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ പോളിസി ബസാറിൻ്റെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇന്ന് സിനിമ കാണാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഒരു 3-4 എക്സാമും കൂടെ കഴിയുന്നവരെ നമുക്ക് സിനിമ കാണലും പരിപാടികളൊന്നും നടക്കില്ല. അല്ലെങ്കിൽ കുറേ OTT കുറേ സിനിമ വന്നിട്ട് ഞാൻ ഒന്നിൻ്റെ റിവ്യൂ ഇപ്പോൾ കുറേ കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ട് ഞാൻ ഒന്നിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം ഞാനതൊക്കെ കണ്ട് എക്സാമൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം സിനിമയൊക്കെ കണ്ട് നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ കണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു കേട്ടോ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ടോവിനോൻ്റെ AR. അപ്പോൾ അത് അടിപൊളിയായിരുന്നു, തിയേറ്ററിൽ പോയി കണ്ടു. കുറേ OTT ഫിലിംസ് നുണക്കുഴി പോലുള്ള സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. എന്തായാലും നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പ്. ജൂലൈയിൽ മഴക്കാലത്ത് പോലും ഇത്രയും തണുപ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ, അത്ര തണുപ്പ്. അപ്പോൾ അതേ ഉള്ളൂ, വേറെന്താ, വേറൊന്നുമില്ല. ബൈ.